കണ്ടെയ്നറിൽ കണ്ടെയ്നർ വരുമ്പോഴേ ഡാമേജാണ് കണ്ടെയ്നർ. അപ്പം അതുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത സമയത്ത് ആ ഡാമേജുള്ള സ്ഥലത്തൂടെ 1-2 ബാഗ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കസ്റ്റംസ് വരണം, കസ്റ്റംസ് വന്നിട്ടാണ് അവരാണ് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. കാരണം ഇത് കസ്റ്റംസ് നോട്ടിഫൈഡ് ഒരു കാർഗോ ആണ്. അപ്പോൾ അവരത് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വെക്കും, എന്നിട്ട് കണ്ടെയ്നർ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. ഒരു കസ്റ്റംസിന് വെയിറ്റ് ചെയ്യാണ്. കേരള തീരത്ത് ഒരു ആദ്യ സംഭവമാണ്. അപ്പോൾ ഇതൊരു പഠനം തന്നെയാണല്ലോ. ഇവിടെ ഉള്ളവരെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്യേണ്ടത്? അല്ല, നമ്മളിപ്പം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ ഫ്ലോട്ടിംഗ് കണ്ടെയ്നേഴ്സാണ്. അതൊരു നാവിഗേഷൻ ഹസാർഡാണ്, അത് ഫിഷിംഗ് ബോട്ടിനൊക്കെ ഹസാർഡാണ്. അപ്പം നമ്മൾ ഇത് എടുത്ത ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ട് ചെയ്ത കണ്ടെയ്നേഴ്സ് കഴിയുന്നതും വേഗം എടുത്ത് നമ്മളെ പോർട്ടിലേക്ക് വരാം. പിന്നെ പോർട്ട് ഫുള്ളി എക്യുപ്ഡാണ്. പോർട്ട് കണ്ടെയ്നേഴ്സും ക്രെയിനും എൻ്റെ ടീം ഫുൾ റെഡിയാണ്. ഇവിടെ ഏത് കണ്ടെയ്നർ വരാനും നമ്മൾ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബയോ ലൈഫിനൊരു ത്രെട്ട് കൂടിയല്ലേ? ബയോ ലൈഫിനൊരു ത്രെട്ടല്ലേ ഇത്? അത് ഡിപ്പെൻസ്. എന്ത് കാർഗോ ആണുള്ളതെങ്കിൽ അത് ഡിപ്പെൻസ് ചെയ്യും. അത് അവരെ പൊല്യൂഷൻ ടീം, കൺട്രോൾ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. അത് എന്ത് കാർഗോ ഉള്ളതാണ് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ പോർട്ടിനെ സംബന്ധിച്ചോളം നമ്മൾ റെഡിയാണ്. ഇപ്പോൾ ഈ കണ്ടെയ്നർ എടുത്തു. ഇനിയിപ്പം കണ്ടെയ്നർ ഡാമേജ് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്പ്രെഡർ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്ലിംഗ് ഉപയോഗിക്കേണ്ടി വരുന്നത്. പക്ഷേ വരുന്ന മുറയ്ക്ക് ഇത് ഏറ്റെടുക്കാനുള്ള ഫുൾ ടീം ഇവിടെ സജ്ജാണ്. കസ്റ്റംസ് റെഡിയാണ്. ഓക്കെ.